കോട്ടപ്പടി പഞ്ചായത്തിലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ സംരക്ഷിത വന്യമൃഗങ്ങൾ മൂലം നാട്ടുകാർക്ക് ജീവിതം വഴിമുട്ടുകയാണ്. മൃഗങ്ങളെ സംരക്ഷിക്കാൻ വനം വകുപ്പുണ്ട്. എന്നാൽ മൃഗങ്ങളിൽ നിന്നും തങ്ങളെ സംരക്ഷിക്കാൻ ആരാണുള്ളത് എന്ന ചോദ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. റിപ്പോർട്ടിലേക്ക്. നാശനഷ്ടങ്ങളുടെ കണക്കെടുത്താൽ തീരില്ല. എന്നാലും ചില നേർക്കാഴ്ചകളും അനുഭവങ്ങളും ഇവിടെ വിവരിക്കുകയാണ്. കോട്ടപ്പടി പഞ്ചായത്തിന്റെ വനാതിർത്തിയായ കോട്ടപ്പാറ പ്രദേശം, അതോടൊപ്പം പ്ലാമുടി, കണ്ണക്കട, ചീനിക്കുഴി, കഴുതപ്പാറ, വാവേലി, വടക്കുംഭാഗം, കല്ലുളി, കുർബാനപ്പാറ, കല്ലുമല എന്നീ പ്രദേശങ്ങളാണ് ആനയെന്ന ജീവിയെ ഭയന്ന് ജീവിതം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നറിയാതെ തുടരുന്നത്. ജനിച്ചു വളർന്ന സ്ഥലത്ത് തുടർന്നും ജീവിക്കാനാകുമോ എന്ന ഭീതി. ഇവിടെയുള്ളവർക്ക് പുലർച്ചെ ജോലിക്ക് പോകാൻ പറ്റില്ല. പോയാൽ തന്നെ തിരികെ വീട്ടിൽ ജീവനോടെ എത്തുമോ എന്ന് ഭയക്കണം. കാർഷിക വൃത്തി ഇനി വയ്യ എന്നാണ് കർഷകർ പറയുന്നത്. 8 ഏക്കർ സ്ഥലമുള്ള മണ്ണാറക്കുന്നേൽ ജോർജ് ഇപ്പോൾ ദിവസവരുമാനമുള്ള ജോലിക്ക് പോയിട്ടാണ് അന്നം കണ്ടെത്തുന്നത്. 200-ൽ പരം റബ്ബർ മരം വച്ചെങ്കിലും ഇപ്പോൾ ബാക്കിയുള്ളത് 11 മാത്രം. മരങ്ങളെല്ലാം ആന ചവിട്ടിമറിച്ചു. 10 കൊല്ലം മുമ്പ് വെച്ച തൈ അത് 220 തൈ വെച്ചിട്ട് ഇനി 8 നിൽപ്പുണ്ട്. അവിടെ അങ്ങേറ്റം 450 3 പ്രാവശ്യം വെച്ചു. ഇനി ഓരം നിൽപ്പുണ്ട്. പ്ലാവ് നടാൻ വയ്യ. ഉള്ളതാകട്ടെ വെട്ടിക്കളയുകയും വേണം. ഇല്ലെങ്കിൽ ചക്ക കായ്ച്ചാൽ ആന വരും. അതോടൊപ്പം വിളകളുടെ തളിരില തിന്നാൻ മ്ലാവും കൂമ്പിന് കുത്തി നശിപ്പിക്കാൻ കാട്ടുപന്നിയും എത്തും. വെളിച്ചം കണ്ടാൽ ഓടിയെത്തുന്ന ആനകളുമുള്ളതായി നാട്ടുകാർ പറയുന്നു. പഴച്ചാറുകൾ കയറ്റുമതി ചെയ്യുന്ന വ്യവസായിയുടെ 8 ഏക്കർ തോട്ടത്തിൽ ഇനി ബാക്കി ഒന്നുമില്ല. ആന വരാതിരിക്കാൻ ആനയ്ക്ക് ഇഷ്ടമുള്ളത് നട്ടുവളർത്താതിരിക്കുക എന്ന വിദഗ്ധാഭിപ്രായത്തെ നാട്ടുകാരായ കൃഷിക്കാർ പുച്ഛത്തോടെ കാണുന്നു. വസ്തുവിൽപ്പന സാധിക്കില്ല, വിവാഹം നടക്കില്ല, ബാങ്ക് ലോൺ തരില്ല, 7 മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാനും വയ്യ. ആനയെ കണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച വീട്ടമ്മ പറയുന്നത് ഇങ്ങനെ. ഞാന്ന് വിളിച്ചിട്ട് 6:30-ക്ക് ഇറങ്ങിയിട്ട് വിളിച്ചപ്പോൾ വന്നില്ല. DFOനെ വിളിച്ച് പറഞ്ഞു സാറിനാരെ പറഞ്ഞിടാന്ന് പറഞ്ഞു. വന്നില്ലെന്ന് വെച്ച് വന്നില്ല. എന്നിട്ട് അന്ന് 4:30 ആയപ്പോഴാണ് വെളുപ്പിന് 4:30 ആയപ്പോൾ അവർ വന്നു വെച്ചു. ഇന്നലെ ഇതേമാതിരി 3 ദിവസം ആന. ഒറ്റയ്ക്ക് കഴിയുന്ന വൃദ്ധവനിത ആനയോടും കടുവയോടും മല്ലിട്ടാണ് ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടുന്നത്. ഒരു ഏറ്റവും അവസാനം എൻ്റെ പരിക്കകത്ത് ഇരുന്നാൽ ആനയെ കാണാം. 2 പ്രാവശ്യം കടുവ വന്നു. ഒരു പ്രാവശ്യം കടുവ വന്നിട്ട് എൻ്റെ തെക്കൻ മുറ്റത്ത് കോഴിക്കൂട് വെച്ചിരിക്കുന്നു. ആ കോഴിക്കൂടിൻ്റെ മണലിട്ടേക്കാർത്തല്ല ആ കാൽച്ചവിട്ടികളെ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനെയും പഞ്ചായത്തിലുള്ള ആൾക്കാരെ വിളിച്ചു, മെമ്പറെ വിളിച്ചു, 1-ാം വാർഡിലെ മെമ്പറെ എല്ലാവരും വന്നു കഴിഞ്ഞിട്ട് ഈ കാൽച്ചട്ടവടിയെ അവർ അളന്നു നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. കോഴിക്കൂട്ടിൽ വന്ന കടുവയെ ഞാൻ കണ്ടിട്ടില്ല. അവർ കാൽച്ചട്ടവടി അളന്നു പോയിട്ട് പറഞ്ഞു സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങണ്ടാട്ടോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പോയി. പിന്നെ ഈ സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് 3 പ്രാവശ്യം എൻ്റെ അടുത്ത വീട്ടിലെ അടക്കന്മാരം മറച്ചിട്ട് എൻ്റെ മുറ്റത്ത് ആന പൊളിച്ച് തിരിച്ചക്കണ എല്ലാവർക്കും വന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് 3 ദിവസം ഈ 2 മാസത്തിനുള്ളിൽ 3 ദിവസം കടുവ എൻ്റെ വീടിൻ്റെ വടുക്ക് വെച്ച ഒരു മരം അവർ മറിക്കാൻ വന്നതാണ്. പക്ഷേ അത് മറിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതിക്കുമ്പോൾ തമ്പുരാൻ കാത്ത് അത് തന്നെ മറിഞ്ഞിട്ട് ഏറ്റവും വലിയ മരമാണ്. ആ മരത്തിൻ്റെ ഇടയ്ക്ക് 3 ദിവസം. അപ്പം ഞങ്ങളിവിടെ പണിയാൻ വന്നപ്പോൾ ഇവിടെ കടുവ ഉണ്ടായിരുന്നു. ആ കടുവേനെ ഓടിച്ചിട്ട് ഈ സാധനം വന്ന് എൻ്റെ വീടിൻ്റെ പരിസരത്ത് തമ്പടിച്ചിട്ട് അത് മുരങ്ങുന്നുണ്ട്, വേമ്പക്കം വിടുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതാണെന്ന് എനിക്കറിയില്ല. എൻ്റെ പരിസരത്ത് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടുന്ന ജോലി പോലീസിന്റേതാണ്, തങ്ങളുടേതല്ല എന്നാണ് ഫോറസ്റ്റ് അധികൃതരുടെ പക്ഷം. കാടിന്റെ സംരക്ഷണം ഏറ്റെടുത്തിരിക്കുന്ന വനംവകുപ്പ് വന്യജീവികളെ നാട്ടിലേക്ക് കടത്തിവിടാതെ നിയന്ത്രിക്കാൻ എന്ത് നടപടിയാണ് കൈക്കൊള്ളുന്നത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.